ഹായ് കൂട്ടുകാരെ. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസിന് അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഓക്കെ, മുമ്പത്തെ സെഷൻസ് ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. ഞാൻ അതിൻ്റെ ബാക്കിയായിട്ടാണ് ക്ലാസ്സസ് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് കീനോട്ടാണ്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. ഈ പോയിൻറ്റ്സ് മനസ്സിലാക്കിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് ഇങ്ങനെ കീനോട്ട് എന്ന് പറഞ്ഞിട്ട് തരുന്ന സാധനങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഒന്നും ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട, എല്ലാം മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്, കോമൺ ഡിഫറൻസ് ഡി ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു കോൺസിക്യൂട്ടീവ് ടേംസ്. ഇത് നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ളതാണ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ അടുത്തടുത്തുള്ള രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് പൊതുവ്യത്യാസം. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പോയിന്റ് ആയിരുന്നു. ഓക്കെ, അതായത് കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് രണ്ട് അടുത്തടുത്ത് തമ്മിലുള്ള പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അത് കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു ഫോമിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? സി ഡി ഈസ് ഈക്വൽ ടു എക്സ് ടു മൈനസ് എക്സ് വൺ. ഓക്കെ, സോ സി ഡി ഈസ് ഈക്വൽ ടു എക്സ് ടു മൈനസ് എക്സ് വൺ എന്ന് പറയുന്ന ഒരു ഫോമുല നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ ടേം മൈനസ് ചെയ്യുക. അത് തെറ്റിക്കുന്ന ഒരു പോയിന്റ് ആണ്, ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കോമൺ ഡിഫറൻസിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് സി ഡി ഈസ് ഈക്വൽ ടു എക്സ് ടു മൈനസ് എക്സ് വൺ ആണ്. ഓക്കെ ആണല്ലോ, ഇതാണ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ്, ടു ഫൈൻഡ് ദ നെക്സ്റ്റ് ടേം ഇൻ അരിത്തമെറ്റിക് സീക്വൻസ് യു മസ്റ്റ് ആഡ് ദ കോമൺ ഡിഫറൻസ് ടു ദ കറണ്ട് ടേം. ഒരു സമാന്തര ശ്രേണിയിലെ ഓരോ പദത്തോടും പൊതുവ്യത്യാസം കൂട്ടിയാൽ അടുത്ത പദം ലഭിക്കും. ഓക്കെ, ആ ഒരു പോയിന്റിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ് പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ അതൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം, അതായിരിക്കും കുറച്ചുകൂടി എളുപ്പമെന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ 7, 10, 13, 16. ഓക്കെ, ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അതായത് 7ൻ്റെ കൂടെ 3 കൂട്ടുമ്പോൾ 10 കിട്ടും, 10ൻ്റെ കൂടെ 3 കൂട്ടുമ്പോൾ 13 കിട്ടും, 13ൻ്റെ കൂടെ 3 കൂട്ടുമ്പോൾ 16 കിട്ടും. ഓക്കെ, സോ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്കറിയാം സി ഡി ഈസ് ഈക്വൽ ടു എന്താണ്? എക്സ് ടു മൈനസ് എക്സ് വൺ ആണ്. ഈസ് ഈക്വൽ ടു 10 മൈനസ് 7. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 10, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 7. സോ ഒരു മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3 എന്ന് കിട്ടും. ഇതാണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, വെയിറ്റ് ചെയ്യാം. ഇനി ഇവിടെ പറഞ്ഞേക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഒരു ടേമിൽ നിന്ന് അടുത്ത ടേം കിട്ടാൻ വേണ്ടി. ഇനി ഈ ഈ ടേംസിന് ഞാൻ കൊടുക്കുവാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 എന്ന് പറയുന്നതിന് ഞാൻ എക്സ് വൺ ഒന്നാമത്തെ ടേമായിട്ട് കൊടുത്തു. ഓക്കെ, എക്സ് ടു എന്ന് പറയുന്ന രണ്ടാമത്തെ ടേം 10, എക്സ് ത്രീ എന്ന് പറയുന്നത് മൂന്നാമത്തെ ടേം 13, എക്സ് ഫോർ എന്ന് പറയുന്നത് നാലാമത്തെ ടേം 16. ഓക്കെ, സോ ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ടേമുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നാമത്തെ ടേമിനെ ഞാൻ എക്സ് വൺ എന്ന് റെപ്രസെൻറ്റ് ചെയ്തു, അത് 7ആണ്. രണ്ടാമത്തെ ടേം എക്സ് ടു എന്ന് റെപ്രസെൻറ്റ് ചെയ്തു, അത് 10ആണ്. മൂന്നാമത്തെ ടേം എക്സ് ത്രീ എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്തു, അത് 13ആണ്. നാലാമത്തെ ടേം എക്സ് ഫോർ എന്ന് പറഞ്ഞ് 16ആണ്. ഓക്കെ, ഇനി ഒന്നാമത്തെ ടേമിൻ്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് എനിക്ക് രണ്ടാമത്തെ ടേം കിട്ടുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒന്നാമത്തെ ടേം 7ആണ്. ഓക്കെ, കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 3 കൂട്ടുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? രണ്ടാമത്തെ ടേമായ 10 കിട്ടും. ഓക്കെ ആണല്ലോ, ഈ 10ൻ്റെ കൂടെ വീണ്ടും അടുത്ത കോമൺ ഡിഫറൻസ് ആയ 3 തന്നെ കൂട്ടുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 13 കിട്ടും. ആ 13നോട് കൂടെ വീണ്ടും 3 കൂട്ടുമ്പോൾ എനിക്ക് എത്ര കിട്ടും? 16 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ, സോ ഇവിടെ രണ്ടാമത്തെ പോയിന്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ടേം ആണോ അതിൻ്റെ അടുത്ത ടേം കിട്ടണം എന്നുണ്ടെങ്കിൽ കോമൺ ഡിഫറൻസ് അതിൻ്റെ കൂടെ കൂട്ടിയാൽ മതി. ഓക്കെ ആണല്ലോ, ഏതൊരു ടേം ആണെങ്കിലും അതിൻ്റെ അടുത്ത ടേം കിട്ടണമെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് പറയാം. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ആഡ് ദ കോമൺ ഡിഫറൻസ് ടു മൂവ് ഫോർവേഡ് ഇൻ ദ സീക്വൻസ് ആൻഡ് സബ്സ്ട്രാക്റ്റഡ് ഇറ്റ് ടു മൂവ് ബാക്ക്വേർഡ് ഇൻ ദ സീക്വൻസ്. ഒരു ശ്രേണിയിൽ, സമാന്തര ശ്രേണിയിൽ മുന്നിലോട്ട് പോകാൻ പൊതുവ്യത്യാസം കൂട്ടുകയും പദങ്ങളുടെ എണ്ണം പുറകിലോട്ടാണ് പോകുന്നതെങ്കിൽ പൊതുവ്യത്യാസം കുറയ്ക്കുകയും വേണം. ഇപ്പോൾ സപ്പോസ് ഞാൻ പറയാണ് 13 എന്ന് പറയുന്ന ഈ ടേം എടുത്തു. നമുക്കറിയാം 13 കൊടുത്ത് മൂന്നാമത്തെ ടേമാണ് അല്ലേ? 13 എന്ന് പറയുന്നത് എന്താ? എക്സ് ത്രീ ആണ് 13. അങ്ങനെയാണെങ്കിൽ എനിക്ക് എക്സ് ടു കണ്ടുപിടിക്കണം, എക്സ് വണ്ണും കണ്ടുപിടിക്കണം, അതുപോലെ എക്സ് ഫോറും കണ്ടുപിടിക്കണം, എക്സ് ഫൈവും കണ്ടുപിടിക്കണം. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണെന്നുണ്ട്? 3 നമുക്കറിയാം. കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. സോ കോമൺ ഡിഫറൻസ് 3 അറിയാം. സോ എനിക്ക് നാലാമത്തെ ടേം കണ്ടുപിടിക്കണമെങ്കിൽ 13ൻ്റെ കൂടെ എനിക്ക് എന്ത് കൂട്ടിയാൽ മതി? 3 കൂട്ടിയാൽ പോരെ. സോ എനിക്ക് എന്ത് കിട്ടും? 13 + 3 =
16 എന്ന് കിട്ടും. ഓക്കെ, ഈ 16നോട് കൂടെ വീണ്ടും 3 കൂട്ടി എനിക്ക് എന്ത് കിട്ടും? അഞ്ചാമത്തെ ടേം കിട്ടും, 19 എന്ന് കിട്ടും അല്ലേ. 16 + 3 = 19 എന്ന് കിട്ടും. ഇവിടെ ഞാൻ എന്താ ചെയ്തത്? 3 കൂട്ടുകയാണ് ചെയ്തത് അല്ലേ. അതായത് മൂന്നാമത്തെ ടേമിൽ നിന്ന് നാലാമത്തെ ടേം കിട്ടാൻ വേണ്ടിയിട്ട് 3 കൂട്ടി, നാലാമത്തെ ടേമിൽ നിന്ന് അഞ്ചാമത്തെ ടേം കിട്ടാൻ വേണ്ടി 3 കൂട്ടി. ഓക്കെ, ഈ 3 എന്ന് പറയുന്നത് എന്താ? കോമൺ ഡിഫറൻസ് ആണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ ടേമിനോട് കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടിയപ്പോൾ നാലാമത്തെ ടേം കിട്ടി. ആ നാലാമത്തെ ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് കൂട്ടിയപ്പോൾ അഞ്ചാമത്തെ ടേം കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തെ ടേം ആകട്ടെ, എനിക്ക് മൂന്നാമത്തെ ടേം തന്നിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. എപ്പോഴും നമുക്ക് ആദ്യത്തെ ടേം തരണം നിർബന്ധമില്ല. സോ ആദ്യം മൂന്നാമത്തെ ടേം തന്നിരിക്കുന്നത്, എനിക്ക് എന്നോട് രണ്ടാമത്തെ ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഓക്കെ, സോ 13ൽ നിന്ന് ഞാൻ കോമൺ ഡിഫറൻസ് കുറയ്ക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? 3 മൈനസ് ചെയ്യണം. 13ൽ നിന്ന് 3 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 10 എന്ന് ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി ഒന്നാമത്തെ ടേം കിട്ടണമെങ്കിൽ, രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ ടേം കിട്ടണമെങ്കിൽ ഈ രണ്ടാമത്തെ ടേമിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് കുറയ്ക്കണം, അതായത് 3 കുറയ്ക്കണം. സോ 10 - 3 = 7 എന്ന് കിട്ടും. അതിനല്ലേ നമ്മുടെ സമാന്തര ശ്രേണി 7, 10, 13, 16. ഓക്കെ, ചുരുക്കി പറയുകയാണെങ്കിൽ ആ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സമാന്തര ശ്രേണിയാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ അതിലെ ഒരു പദത്തിൽ നിന്ന് അടുത്ത പദത്തിലോട്ട് പോകാൻ കോമൺ ഡിഫറൻസ് വേണം. ഓക്കെ, ഇനി അതിൻ്റെ അപ്പുറത്തെ പദത്തിലോട്ട് പോകാൻ കോമൺ ഡിഫറൻസ്. അപ്പോൾ ഫ്രണ്ടിലോട്ട്, ഒരു സമാന്തര ശ്രേണിയുടെ ഫ്രണ്ടിലോട്ടുള്ള നമ്പേഴ്സ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ കോമൺ ഡിഫറൻസ് കൂട്ടി കൂട്ടി പോകണം. ബാക്കിലോട്ടുള്ള നമ്പേഴ്സ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ കോമൺ ഡിഫറൻസ് കുറച്ച് കുറച്ച് വരണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, 10ാമത്തെ ടേം തന്നിട്ടുണ്ട്. ഓക്കെ, 11ാമത്തെ ടേം കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? അവിടെ കോമൺ ഡിഫറൻസ് കൂട്ടണം. ഓക്കെ, നേരെ മറിച്ച് 9ാമത്തെ ടേമാണ് കണ്ടുപിടിക്കേണ്ടത് വെച്ചാൽ ഞാൻ അവിടെ എന്ത് ചെയ്യേണ്ടത്? കോമൺ ഡിഫറൻസ് കുറയ്ക്കണം. ഓക്കെ ആണല്ലോ. ഓക്കെ, ഈ സാധനം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചേക്കാം. ഓക്കെ, ഇതാണ് ആ മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞേക്കുന്നത്. ഇനി നമുക്ക് എന്തിലോട്ട് പോകാം? 4ാമത്തെ പോയിന്റിലോട്ട് പോകാം. ഈ പോയിന്റ്സ് ഒന്നും കാണാപ്പാടം പഠിക്കേണ്ട, ജസ്റ്റ് ക്ലാസ് ഒന്ന് കേട്ടിട്ട് മനസ്സിലാക്കി വെക്കുക, എങ്കിലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ബിസിനസ് ചെയ്യുമ്പോൾ എളുപ്പമാവുള്ളൂ. അതിനാണ് ഞാൻ കീ നോട്ട്സ് തരുന്നത് കേട്ടോ. ഓക്കെ, 4ാമത്തെ പോയിന്റ്, another term in an arithmetic sequence is obtained by adding appropriate number of common difference to the given term. ഒരു പദത്തിനോട് ആവശ്യമായ എണ്ണമായ പൊതുവ്യത്യാസങ്ങൾ കൂട്ടുമ്പോഴാണ് ശ്രേണിയിലെ മറ്റൊരു പദം കിട്ടുന്നത്. ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ശ്രദ്ധിച്ച് വേണം കേൾക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അതാ നമ്മുടെ ശ്രേണി ഞാൻ ഇങ്ങോട്ട് എടുത്ത് സീക്വൻസ് എടുത്ത് അരിത്മെറ്റിക് സീക്വൻസ് എഴുതാണ്. 7, 10, 13, 16. ഓക്കെ, 7 എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ടേമാണ്. 16 എന്ന് പറയുന്നത് നാലാമത്തെ ടേമാണ്. ഓക്കെ ആണല്ലോ. ഇനി ഈ 7നോട് കൂടെ ഒരു കോമൺ ഡിഫറൻസ്, അതായത് 3 കൂട്ടുമ്പോൾ എന്ത് കിട്ടുന്നു? 10 കിട്ടുന്നു. 10നോട് കൂടെ 3 കൂട്ടുമ്പോൾ 13 കിട്ടുന്നു. ഈ 13നോട് കൂടെ 3 കൂട്ടുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 16 കിട്ടുന്നു. ഓക്കെ ആണല്ലോ. സോ ഇവിടെ 7ാമത്തെ നമ്പർ എന്ന് പറയുന്നത്, അതായത് 1ാമത്തെ ടേമിൽ നിന്ന് 4ാമത്തെ ടേം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് കൂട്ടി? കോമൺ ഡിഫറൻസ് കൂട്ടി അല്ലേ. എത്ര കോമൺ ഡിഫറൻസ് കൂട്ടി നോക്കിയേ? 1, 2, 3 ഇല്ലേ. 3 കോമൺ ഡിഫറൻസ് കൂട്ടിയപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 4ാമത്തെ ടേം കിട്ടി. ഞാൻ എഴുതി വെക്കുകയാണ്. ഫസ്റ്റ് ടേമിൻ്റെ കൂടെ ഞാൻ എന്ത് കൂട്ടി? 3 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടി. 3 പ്രാവശ്യം കോമൺ ഡിഫറൻസിന് ഞാൻ എനിക്ക് ഇങ്ങനെ എഴുതാം, 3D എന്ന് എഴുതാം. അതായത് 1ാമത്തെ D, 2ാമത്തെ D, 3ാമത്തെ D കൂട്ടിയപ്പോൾ എനിക്ക് നാലാമത്തെ ടേം കിട്ടി. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 3D കൂട്ടിയപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 4ാമത്തെ ടേം കിട്ടി. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുകയാണ്, ഈ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ എന്ത് കൂട്ടുമ്പോഴാണ് എനിക്ക് 5ാമത്തെ ടേം കിട്ടുന്നത്? ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കാൻ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ അരിത്മെറ്റിക് സീക്വൻസ് അല്ല, വെറുതെ ഞാനൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. 1ാമത്തെ ടേം x1 എഴുതി, 2ാമത്തെ ടേം x2, 3ാമത്തെ ടേം x3, 4ാമത്തെ ടേം x4, 5ാമത്തെ ടേം x5. ഓക്കെ, 1ാമത്തെ ടേമിൽ നിന്ന് 2ാമത്തെ ടേം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞത്? എന്ത് ആഡ് ചെയ്ത് കൊടുക്കണം? കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് കൊടുക്കണം അല്ലേ. 2ാമത്തേന്ന് 3ാമത്തെ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കണം? വീണ്ടും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. 3ാമത്തേന്ന് 4ാമത്തെ കിട്ടാൻ വേണ്ടി കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു. 4ാമത്തേന്ന് 5ാമത്തെ കിട്ടാൻ വേണ്ടി കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു. ഓക്കെ ആണല്ലോ. ഓക്കെ, സോ 1ാമത്തെ ടേമിൻ്റെ കൂടെ ഞാൻ എത്ര പ്രാവശ്യം ഡി ആഡ് ചെയ്തു നോക്കിയേ? 1, 2, 3, 4. 4D ആഡ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 5ാമത്തെ ടേം കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി ഇത് കണ്ടുപിടിക്കാൻ, ഇത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ 100 എണ്ണമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഇതുവരെ ഇങ്ങനെ വരച്ചിരിക്കാൻ പറ്റുമോ?
ഇല്ല. അതിനൊരു ഷോർട്ടായിട്ടൊരു ട്രിക്ക് പറഞ്ഞുതരാം. ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നോക്കിക്കേ, ഒന്നാമത്തെ ടേം x1 1 ഉണ്ട്, 4d അതിലെന്തുണ്ട് 4 ഉണ്ട്. അഞ്ചാമത്തെ ടേം x5 ഉണ്ട്, നോക്കിയേ 1 + 4 = എത്രയാ? 5 ആണ് അല്ലേ? നമ്മൾ സാധാരണ കണക്ക് കൂട്ടുന്നതില്ലേ, 1 + 4 5, 3 + 2 5, എന്താ പറയുക, 2 + 3 5, അങ്ങനെ നമ്മൾ കിട്ടില്ലേ? അതേ കണക്ക് തന്നെ നമ്മൾ എവിടെ ഉപയോഗിച്ചാൽ മതി? ഇതേ സാധനത്തിൽ ഉപയോഗിച്ചാൽ കളക്കുന്ന കാര്യങ്ങൾ എന്താ ഭയങ്കര എളുപ്പമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, ഇത് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് പറയാൻ പറ്റും. എന്താ, ഒന്നാമത്തെ ടേമിൻ്റെ കൂടെ x1 കൂടെ എത്ര ഡി കൂട്ടുമ്പോഴാണ് എനിക്ക് 10ാമത്തെ ടേം കിട്ടുന്നത്? നോക്കി, ഒന്നിൻ്റെ കൂടെ എത്ര കൂട്ടിയാലും 10 കിട്ടുക? 9 അല്ലേ? സോ 9d കൂട്ടിയാലാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ടേമിൻ്റെ കൂടെ എത്ര ഡി കൂട്ടിയാലാണ് 10ാമത്തെ ടേം കിട്ടുന്നത്, x10 കിട്ടുന്നത്? ഓക്കെ, രണ്ടിൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 10 കിട്ടുന്നത്? 8 അല്ലേ? 8 എന്ന് മാത്രമായിട്ട് എഴുതിയാൽ മതിയോ? ഇല്ല, 8d എന്ന് വേണം എഴുതാൻ. നടുവിലുള്ളത് ഡിയും രണ്ടറ്റത്ത് കിടക്കുന്ന എക്സും ആണെന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, 10ാമത്തെ ടേമിൻ്റെ കൂടെ എത്ര ഡി കൂട്ടുമ്പോഴാണ് 100ാമത്തെ ടേം കിട്ടുന്നത്? x100 കിട്ടുന്നത് എങ്ങനെയാ? നോക്കിയേ, 10ൻ്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 100 കിട്ടുന്നത്? 90d ആണ്. ഇനി നോക്കിക്കേ, മൂന്നാമത്തെ ടേമിൻ്റെ കൂടെ എത്ര ഡി കൂട്ടുമ്പോഴാണ് 10ാമത്തെ ടേം കിട്ടുന്നത്? 3 + എത്ര കൂട്ടുമ്പോൾ 7 അല്ലേ? 7d. ഇത് ശരിയാണോ ഒന്ന് നോക്കിയേക്കാം. ഓക്കെ, ഇതാ ഞാൻ മൂന്നാമത്തെ ടേം x3 എന്ന് എഴുതി, നാലാമത്തെ x4, x5, x6, x7, x8, x9, x10. ഓക്കെ, ഒരു ഡി, രണ്ടാമത്തെ ഡി, മൂന്നാമത്തെ ഡി, നാലാമത്തെ ഡി, 5, 6, 7. കറക്റ്റ് കണ്ടോ? 7ാമത്തെ ഡി കൂട്ടിയപ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടി? 10 കിട്ടി. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ സംഭവം സിമ്പിളായിട്ട് പഠിക്കാമല്ലോ, മറന്നു പോകില്ലല്ലോ, എളുപ്പമല്ലേ? അപ്പോൾ ഏത് ടേം തന്നാലും, ഇപ്പോൾ ഒന്നാമത്തെ തന്നാലും മൂന്നാമത്തെ തന്നാലും, ഇനി എന്താ പറയുക, 20ാമത്തെ തന്നാലും 25ാമത്തെ തന്നാലും 30ാമത്തെ തന്നാലും, ഏത് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും എന്ത് ചെയ്താൽ മതി? ഡി കൂട്ടി 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 പോയാൽ മതി. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, ഇതാ 7ാമത്തെ ടേമിൻ്റെ കൂടെ എത്ര ഡി കൂട്ടുമ്പോഴാണ് എനിക്ക് 5ാമത്തെ ടേം കിട്ടുന്നത്? അതെങ്ങനെ ശരിയാവാം? 7ൻ്റെ കൂടെ എന്തെങ്കിലും കൂട്ടി 5 കിട്ടുമോ? ഇല്ല. എന്താ കൂട്ടിയല്ല, കുറച്ചാൽ കിട്ടും ഇല്ലേ? എന്ത് കുറച്ചാൽ മതി? 2d കുറച്ചാൽ മതി. അപ്പോൾ അതെങ്ങനെ നമ്മൾ എഴുതും? x7 മൈനസ്, ഇവിടെ പ്ലസ് ആയിരുന്നേ, പ്ലസും മൈനസ് അടുത്തടുത്ത് വന്നാൽ മൈനസ് എടുക്കാൻ പാടുള്ളൂ. സോ x7 മൈനസ് 2d = എന്ത് കിട്ടും? x5 കിട്ടും. അങ്ങനെ നമ്മൾ പറഞ്ഞ് ബാക്കിലോട്ട് പോകുന്നതോറും എന്താണ്, കോമൺ ഡിഫറൻസ് കുറയാണ് ചെയ്യുന്നത്. ഞാനിത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്, അത്ര ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത്, fifth point, the difference between any two terms in an arithmetic sequence is always a multiple of common difference. രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും പൊതുവ്യത്യാസത്തിൻ്റെ ഗുണിതമായിരിക്കും. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് നമുക്ക് ഇപ്പം ഇപ്പോഴത്തെ പരീക്ഷയുടെ ഫോമാറ്റ് അറിയാമല്ലോ, നമുക്ക് എന്തുണ്ട്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. സോ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിലൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ സാധനം. എന്താണെന്ന് പറഞ്ഞാൽ, ഓക്കെ, നമ്മുടെ സീക്വൻസ് ഏതാ, ഞാനത് തന്നെ എടുത്ത് എഴുതാം. 7, 10, 13, 16. ഓക്കെ, ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടേംസ് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ എന്താ, ഈ 10ാമത്തെ ടേമും 16ാമത്തെ ടേമും എടുക്കാം. ഇത് രണ്ടും ടേമുകളാണ്. 10ാമത്തെ എന്ന് പറയുന്നത് രണ്ടാമത്തെ ടേമും 16 എന്ന് പറയുന്നത് നാലാമത്തെ ടേമുമാണ്. ഓക്കെ ആണല്ലോ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഓക്കെ, 10 എന്ന് പറയുന്നത് രണ്ടാമത്തെ ടേമും 16 എന്ന് പറയുന്നത് നാലാമത്തെ ടേമുമാണ്. സോ ഈ ടേമുകളുടെ ഡിഫറൻസ്, ഈ പൊസിഷൻ ഓഫ് ടേമുകളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റരുത്. ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പറാണ് ഉദ്ദേശിക്കുന്നത്. പൊസിഷൻ എന്ന് പറഞ്ഞാൽ അത് എത്രാമത്തെ. ഇപ്പം ഞാൻ ഓട്ട മത്സരത്തിലൂടെ ഞാൻ 3ാമത്തെ ആളാണ് എത്തിയത് എന്ന് പറഞ്ഞാൽ 3ാമത്തത് ആണല്ലോ. സോ എന്ന് പറയുന്നത് പോലെ ഒരു അരിതമെറ്റിക് സീക്വൻസിൽ 2ാമത്തെ ആളാണ് എന്ന് വെച്ചിട്ട് ആ നമ്പർ എന്തല്ല, 2 അല്ല, അത് സെക്കൻഡ് ആളാണ്. ആ നമ്പറിന് എന്തുണ്ടായിരിക്കും? ഒരു വാല്യൂ ഉണ്ടായിരിക്കും. ഇവിടെ നോക്കുകയാണെങ്കിൽ ആ നമ്പറിൻ്റെ വാല്യൂ എന്താ? 10 ആണ്. ഓക്കെ, സോ x2 എന്ന് പറയുന്നത് എന്താണ്? 10 ആണെന്നും x4 എന്ന് പറയുന്നത് എന്താണ്? 16 ആണ്. ഓക്കെ, സോ ഈ ടേമുകളുടെ വ്യത്യാസം എന്ന് പറയുന്നത് ഞാൻ എടുക്കുകയാണ്, എത്രയാണ്? 16 - 10. അതെന്തിനാ? വലുതിന് ചെറുത് കുറച്ചു, അത്രേ ഉള്ളൂ കേട്ടോ. സോ എനിക്ക് എത്ര കിട്ടി? ആൻസർ 6 എന്ന് കിട്ടി. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എത്രയായിരുന്നു? CD എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് 3 ആയിരുന്നു. ഈ 3യുടെ ഒരു മൾട്ടിപ്പിൾ അല്ലേ 6?
3 ഇൻറ്റു എന്ത് ചെയ്താലാണ് 6 കിട്ടുക? 2 ആണ് എന്തെന്ന് പറയുന്നത് 6. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞാൽ 6 എന്ന് പറയുന്നത് എന്താണ്? 3യുടെ സെക്കൻഡ് മൾട്ടിപ്പിളാണ്, രണ്ടാമത്തെ മൾട്ടിപ്പിളാണ്. ഇതുപോലെ ഏതും എടുത്ത് നോക്കി നോക്കുക. അപ്പോൾ ഇതിലെ ഏത് ടേം കണ്ടുപിടിച്ചിട്ട് എടുത്ത് നോക്കിയാലും നമുക്ക് എന്ത് കിട്ടും? ഇതേപോലെ മൾട്ടിപ്പിൾ കിട്ടും. സംശയമുണ്ടോ? എന്നാൽ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പം ഞാൻ പറയുകയാണ്, ഈ അരിതമെറ്റിക് സീക്വൻസിൽ 25ാമത്തെ ടേം കണ്ടുപിടിക്കാം. 25 പ്രാവശ്യം ഇങ്ങനെ കൂട്ടി കൂട്ടി പോകാൻ പറ്റുമോ? ഇല്ല, സിമ്പിൾ അല്ലേ? 25ാമത്തെ x25 കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? x1 കൂടെ എന്തെങ്കിലും കൂട്ടിയാൽ പോരെ? ഒന്ന് നോക്കി നോക്കിയേ, x1 കൂടെ 24 d കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? x25 കിട്ടും അല്ലേ? 1 + 24 = 25. ഓക്കെ, നോക്കിക്കോളാം. x1 എന്ന് പറയുന്നത് എന്താ? 7 പ്ലസ് 24d എന്ന് പറയുന്നത് 24 ഇൻറ്റു d എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 3 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 7 24 ഇൻറ്റു 3 72 ആൻസർ കിട്ടും. സോ 7 + 72 ഈസ് ഈക്വൽ ടു ആണ് 25ാമത്തെ ടേം. സോ 7 + 72 എന്ന് പറഞ്ഞാൽ എത്രയാ? 79 ആണല്ലോ. 79. ഈ 79 എന്ന് പറയുന്നത് 3ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നമുക്ക് എന്ത് ചെയ്ത് നോക്കണം? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. സോ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സോറി, 79 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല, സോറി, ശ്രദ്ധിക്കാം. ഈ 79ഉം ഞാൻ ഇതിപ്പോൾ ഒരു ടേം എടുത്തു 13 എടുത്തു വിചാരിക്കാം. ഓക്കെ, അവർ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കാം. സോ ഡിഫറൻസ് ഇക്വൽ ടു 79 മൈനസ് 13. 79 മൈനസ് 13 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 66 അല്ലേ? സോ കിട്ടി. ഡിഫറൻസ് എന്ന് പറയുന്നത് 66. ഈ 66 3ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ? ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 22 എന്ന് കറക്റ്റ് കിട്ടും. ഓക്കെ ആണല്ലോ. എന്ന് വെച്ചാൽ ഈ കിട്ടിയ നമ്പർ 25ാമത്തെ ടേം അല്ല കേട്ടോ. 25ാമത്തെ ടേം 79. ആ 79ഉം വേറെ ഏതെങ്കിലും ഒരു ടേമും, അതായത് ഒരു അരിതമെറ്റിക് സീക്വൻസിൽ ഏതെങ്കിലും 2 ടേമുകൾ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചോളാം. ഞാൻ അപ്പം തന്നെ തിരുത്തുകയും ചെയ്തു, ശ്രദ്ധിക്കുക. 79 എന്ന് പറയുന്ന ടേം അല്ല 3ൻ്റെ മൾട്ടിപ്പിൾ ആവേണ്ടത്. 79ഉം ഏതെങ്കിലും ഒരു ടേം, ഞാനിപ്പോൾ ഇവിടെ എടുത്ത 79ഉം അതുപോലെ 13 എന്ന് പറയുന്നത് നമ്മുടെ 3ാമത്തെ ടേമാണ് അല്ലേ? ഈ ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഓക്കെ, സോ ഇത്രയും പോയിന്റ്സ് നിർബന്ധമായിട്ട് എന്ത് ചെയ്തിരിക്കണം? നോക്കിയിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മനസ്സിലായാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അടുത്തടുത്ത ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചേക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ചെയ്യണം. സോ ഈ പാർട്ട് കേൾക്കാത്തവരുണ്ടെങ്കിൽ കേട്ടിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു.